നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു യാത്രയിലാണ്, കലയുടെ ഒരു യാത്രയിൽ. 3 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ 5 മിനിറ്റിൽ ഒരവതരണം. നമ്മുടെ ശ്രീലക്ഷ്മി മോളെ ടെക്നോ പാർക്കിൽ നിന്ന് വിളിച്ച് നേരെ നിത്യതിയുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക്. ഇത് ഞങ്ങളുടെ 1 മണിക്കൂറത്തെ ചെറിയ പ്രോഗ്രാമാണ്. ശ്രീലക്ഷ്മി മോള് ജസ്റ്റ് 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇറങ്ങി. ഭാരത നടനത്തിൽ അല്പം കൂടുതൽ ആലങ്കാരികമായിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഒരു വലിയ റിസോർട്ടിലായിരുന്നു പ്രോഗ്രാം. ഇതിൽ ഞാനും നിത്യതി മക്കൾ 6 പേരും മാത്രം. തുടർന്നുള്ള പ്രോഗ്രാം ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ കൂട്ടുകാരെ, നല്ല തിരക്കായിരുന്നു. അതിനുശേഷം ഭക്ഷണം എല്ലാം കഴിച്ച് രാത്രി 9 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചു. അതിനടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിത്യതിയിൽ 2 രീതിയിലാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ പ്രോഗ്രാമും 2 മണിക്കൂർ പ്രോഗ്രാമും. കടയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങി രാത്രിയൊക്കെ ഇരുന്ന് ഒരുപാട് ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം സെറ്റ് ചെയ്തെടുത്തു. ക്യാരക്ടറുകൾക്ക് വേണ്ടിയിട്ടും പ്രോപ്പർട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ യജ്ഞം തന്നെ ഉണ്ടായിരുന്നു. അനാമിക മോളുടെയും മീനാക്ഷി മോളുടെയും അതിനിടയിലുള്ള കുറേ തമാശകൾ. കുതിര എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നമ്മുടെ സ്റ്റേജിലേക്കുള്ളതാണ്. പിന്നെ ഞങ്ങൾ തന്നെ മെയ്ഡ് ചെയ്തെടുത്ത് കൊച്ചു കൊച്ചു ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ പ്രോഗ്രാംസിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചെടുക്കുന്നതാണ്. 20ഓളം സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്ന 40ഓളം പേര് വരുന്ന വലിയ പ്രോഗ്രാമാണ് ഞങ്ങളുടെ 2 മണിക്കൂർ പ്രോഗ്രാം. ഒരുപാട് വസ്തുവകകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ മക്കളെല്ലാം വലിയ ബാഗുമായിട്ട് വരും. പെട്ടെന്ന് അഗ്നി ഒരുക്കാനുള്ള ചട്ടി ചെറിയൊരു പ്രശ്നം വന്ന കാരണം വേഗം പോയി അതും മേടിച്ചു. രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടി മക്കളെല്ലാവരും ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് 8 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ തന്നെ തിരിക്കേണ്ട സിറ്റുവേഷനിലും ആണ്. കൊച്ചു കൊച്ചു ചില വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയായിട്ട് ചെന്ന് ചെറിയൊരു സെൽഫി എടുത്തു. ശ്രീലക്ഷ്മി മോള് ആകെ തിരക്കിട്ട് ഓടുകയാണ്. സമയം ഇങ്ങ് അടുത്തു. ഞങ്ങൾക്ക് പോകാൻ കുറച്ച് ദൂരം കൂടുതലുമാണ്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. പ്രോഗ്രാം സമയത്താണ് കൂടുതലും രക്ഷകർത്താക്കൾ ഫുഡ് മക്കൾക്ക് വാരി കൊടുക്കുന്നത്. ശ്രീലക്ഷ്മി മോളുടെ ഒരു പ്രോപ്പർട്ടി കാണാനില്ല. അതിനവിടെ മുഴുവൻ തപ്പി നടക്കുവാണ്. ഒരു സൈഡിലിരുന്ന് കുട്ടികളെല്ലാം അൾട്ടയിടുവാണ്. തലേന്ന് പന്തളത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാരെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സീസണിലേക്കായിട്ട് സംവിധാനം ചെയ്ത ഈ പ്രോഗ്രാമിൽ കുറേയേറെ നല്ല കഥാപാത്രങ്ങളുണ്ട്. മനോഹരമായ സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു. എല്ലാവരും വളരെ നല്ല അഭിപ്രായം അറിയിച്ചു. തുടർന്ന് ഇതേ തിരക്കിലൂടെ കടന്നുപോയി അടുത്ത ദിവസത്തെ പ്രോഗ്രാം എത്തി. കുട്ടികൾക്കെല്ലാം ചിലങ്ക കൊടുത്ത് നേരെ ഞങ്ങൾ അടുത്ത പ്രോഗ്രാം സ്ഥലത്തേക്ക് തിരിച്ചു. 2 ബസ്സിലും 1 കാറിലുമായിട്ടാണ് കൂടുതൽ ഞങ്ങൾ പോകുന്നത്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വേദിയുടെ അകത്ത് നിന്ന് നമ്മുടെ മക്കളെല്ലാവരും പ്രൊജക്ടർ ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ അല്പം സ്ഥലപരിമിതി ഉള്ളതിനാൽ കുട്ടികളെ കുറേയേറെ പേരെ ഞാൻ പുറത്തിരുത്തിയായിരുന്നു. അകത്തുള്ള ചൂടിനേക്കാൾ നല്ലത് അത് തന്നെയാണ് കൂട്ടുകാരെ. ഓരോ ഡാൻസ് കഴിയുമ്പോഴും അടുത്ത ഡാൻസിനായിട്ട് ഇറങ്ങുന്നതിന് മുൻപാകെ കാണിക്കുന്ന ഈ പ്രൊജക്ടർ വീഡിയോസ് കുറച്ചൊന്ന് കുട്ടികൾക്ക് ഒരു റെസ്റ്റ് കിട്ടാനും ഡ്രസ് ചേഞ്ചിനും ഒരുപാട് സഹായമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്കൊപ്പമുള്ളത് വോൾട്ട സ്ലൈഡ്സ് ആണ്. പല വേദികളും അല്പം ശോചനീയമായ അവസ്ഥയിലായിരിക്കും. പക്ഷേ വളരെ മികച്ച രീതിയിൽ അവയെല്ലാം ക്രമീകരിച്ചാണ് നമ്മൾ അവതരണം തുടങ്ങുന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ പോയി ഓരോ മക്കളെയും ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇറക്കി വീട്ടിലെത്തുന്ന വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. നമ്മുടെ അനാമിക മോൾ തിരികെ വീട്ടിലെത്തി കുറേശ്ശെ ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ അഴിക്കുവാണ്. ആദ്യം മേക്കപ്പും ഏതാണ്ട് പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഡള്ളാകും. പിന്നെ കുറേശ്ശെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് എല്ലാം അടുക്കി പെറുക്കി വെച്ച് അതിനൊപ്പം ഫുഡ് കഴിച്ച് പിന്നെ മേക്കപ്പ് എല്ലാം മാറ്റി ഉറങ്ങി വരുമ്പോൾ തന്നെ നല്ലൊരു ടൈമിംഗ് ആവും കേട്ടോ. പക്ഷേ എത്ര തന്നെ തിരക്കാണെങ്കിലും എത്ര തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും കല എന്ന് പറയുന്നത് എപ്പോഴും ഒരാനന്ദം തന്നെയാണ്. ഉച്ചയ്ക്ക് കെട്ടിവെക്കുന്ന മുടി രാത്രി 12 മണി സമയത്താണ് അഴിക്കുന്നത്. തുടർന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എണ്ണ തേച്ച് കുറേശ്ശെയായിട്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് ക്ലീൻ ചെയ്തെടുക്കും. മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അനാമിക കേൾക്കത്തില്ല. അവളെപ്പോഴും തോർത്താണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് കേട്ടോ എല്ലാ മക്കളുടെയും അവസ്ഥ രാത്രിയിലുള്ളത്. അടുത്ത ദിവസത്തെ പ്രോഗ്രാമിനായിട്ട് മക്കളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി.
ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രോഗ്രാമിൽ നിന്നും വീണ്ടും സമയം നീണ്ടു പോകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആകെ അങ്ങ് ഉന്മേഷം ഇല്ലാത്ത കണക്കാവും. എല്ലാവരും നല്ല ഉറക്കം വരെയായി. ഏതാണ്ട് 1-1.25 മണിക്കൂറോളം വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തോട് വ്യക്തിപരമായി അല്പം താല്പര്യക്കുറവാണെങ്കിലും കൂട്ടുകാരെ കാണിക്കാനായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ചെറിയ ആകാശക്കാഴ്ചയാണ് വേദിക്കകത്തിരുന്നുകൊണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിലും കൃത്യം സമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ചുരുക്കം ചിലയിടങ്ങളിലാണ് ഇങ്ങനെ ലാഗായി പോകുന്നത്. തുടർന്നും അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന് വൈകിട്ട് കറക്റ്റ് 3 മണിയോടുകൂടി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേയേറെ കുട്ടികൾ 4:30-5 മണിക്ക് സ്കൂൾ ടൈം കഴിഞ്ഞാണ് എത്തുന്നത്. നമ്മുടെ ജനമോൾക്ക് മഹിഷിയുടെ കൊമ്പൊന്ന് വെച്ച് നോക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മുൻപിലായിട്ട് ഞങ്ങളുടെ 3 ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഒന്ന് പങ്കിട്ടതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണണ്ടേ? ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും കൂട്ടുകാരി ടാറ്റാ.